Hello guys, thanks for checking back on my channel, Mr. Chef. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ക്രീമി ആയിട്ടുള്ള മാരിമി ചിക്കൻ്റെ റെസിപ്പി വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ റെസിപ്പിയോട് വളരെയധികം സാമ്യമുള്ള എന്നാൽ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത്. ഈ റെസിപ്പിയുടെ പേരാണ് ലെമൺ ബട്ടർ ഗാർലിക് ചിക്കൻ. നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പറയുന്ന മാതിരി ഇതൊരു ഡയറ്റിങ്ങിന് പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. കാരണം നമ്മൾ ഇതിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അതുമാതിരി തന്നെ നമ്മൾ കുറേയധികം ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് കാരണം കൊണ്ടും നമ്മളുടെ ഈ ഡിഷ് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തുടക്കം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗൈസ്, ആദ്യമായി തന്നെ നമ്മുടെ ചിക്കൻ എങ്ങനെ നമുക്കിന്ന് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് എടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ളൊരു നൈഫ് കൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് ഹാമർ കൊണ്ട് നമുക്കിതൊന്ന് അടിച്ചൊന്ന് ചിക്കൻ്റെ ഫൈബേഴ്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാം. അടുത്ത ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം ടെൻഡറൈസ് ചെയ്ത് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ബോളിലേക്ക് ഇടാം. അടുത്തായി മാരിനേഷനായിട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട സ്പൈസസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ എടുത്ത് സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടായതിനു ശേഷം 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇടാം. ബട്ടർ ഇട്ട് മെൽറ്റായതിനു ശേഷം നമ്മളുടെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു 3 മിനിറ്റ് നേരം ഒരു സൈഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 3 മിനിറ്റ് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ രണ്ടാമത്തെ സൈഡ് നമ്മൾ 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. സെയിം പാനും നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇടാം. നമ്മളിട്ട ബട്ടർ നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നന്നായി ചോപ്പ് ചെയ്ത 50 ഗ്രാം ഗാർലിക് ഇടാം. ഗാർലിക് ഇട്ടതിന് ശേഷം നമ്മുടെ ഗാർലിക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഗാർലിക്ക് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തായി നമുക്കിതിലേക്കൊരു 1 കപ്പ് വെള്ളം ഒഴിക്കാം. നല്ല നീരുള്ള 2 നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതിന് കൂടെ തന്നെ നമുക്കൊരു ലെമണിൻ്റെ കുറച്ച് സെസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ തൊലി കുറച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. അടുത്തതായി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒറഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്, 1 ടീസ്പൂൺ ഉപ്പ്. അടുത്തതായി നമുക്കിതിലേക്ക് 1 കപ്പ് മിൽക്കും കൂടെ ഒഴിച്ച് ചെറുതായി ഒന്ന് തിക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് വെക്കാം. നമ്മളുടെ ചിക്കൻ്റെ ബാക്കിയുള്ള ജ്യൂസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് പാർസ്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അടുത്തതായി നമ്മളുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാനിൻ്റെ ലിഡ് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായി തന്നെ നമ്മൾ ഈ ഡിഷ് ഇന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഈ ഒരു ഡിഷിന് വേണ്ടി നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഏറ്റവും ഫാറ്റ് കുറവുള്ള ലീൻ മീറ്റ്. ലീൻ മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഫാറ്റ് ഇല്ലാത്ത മീറ്റുകൾക്കാണ് ലീൻ മീറ്റ് എന്ന് പറയുന്നത്. ഡയറ്റിങ് ചെയ്യുന്നവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ലീൻ മീറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റിന് പകരം ചിക്കൻ തൈസോ ചിക്കൻ ലെഗ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഏത് പാർട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ഈ റെസിപ്പിക്ക്
നമ്മളുടെ ചിക്കൻ ബ്രസ്റ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റിന്റെ പാർട്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഹെൽത്തി ഡിഷ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ബട്ടർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന്. അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുതിയ സ്റ്റഡി അനുസരിച്ച് ആനിമൽ ഫാറ്റ് നമ്മളുടെ സീഡ് ഓയിലിനേക്കാളും ഫാർ ബെറ്റർ ആണ്. ആനിമൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗീ, ബട്ടർ, ഈവൻ നമ്മളുടെ ബീഫ് ഫാറ്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, സിസേം ഓയിൽ, അങ്ങനെയുള്ള സീഡ് ഓയിലിനേക്കാളും ഫാർ ബെറ്റർ ആണ് നമ്മളുടെ ആനിമൽ ഫാറ്റ് എന്നാണ് പുതിയ സ്റ്റഡി പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിസർച്ച് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടു ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു ഫാക്റ്റാണിത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ചിക്കൻ്റെ ഓരോ സൈഡ് 3 മിനിറ്റും അതിനുശേഷം നമ്മൾ 5 മിനിറ്റും കുക്ക് ചെയ്യാനാണ്. അപ്പോൾ ആ ടൈമിംഗ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടെൻഡറും ജ്യൂസി ആയുള്ള ഒരു ചിക്കൻ ഡിഷ് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഗൈസ്, ഇടയ്ക്കൊന്ന് നമ്മളുടെ ലിഡ് മാറ്റിയതിന് ശേഷം സോസ് എടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റൗ ഓഫാക്കി ചിക്കൻ എങ്ങനെ പ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗൈസ്, നമ്മളുടെ ലെമൺ ഗാർലിക് ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേര് മാതിരി തന്നെ നല്ല ലെമണിൻ്റെയും ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുമാതിരി നമ്മളുടെ ചിക്കൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടെക്സ്ചർ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ലെമണിൻ്റെയും ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ടേസ്റ്റ് ഉള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട നല്ല റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഷിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുമാതിരി തന്നെ ഡയറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മളുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിന് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ റെസിപ്പി എത്തുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികൾ കിട്ടുവാനായിട്ട് നമ്മളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.